വടികൊടുത്ത അടി വാങ്ങുക എന്ന് കേട്ടിട്ടേയുള്ളൂ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കാര്യത്തിൽ അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രംപിന്റെ ആവനാഴിയിൽ അന്ത്യശാസനങ്ങൾക്ക് അവധിയില്ലാത്തത് കൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു ട്രംപിന്റെ അവസാനത്തെ ഒരു അന്ത്യശാസനം. അടുത്ത 10 മുതൽ 12 ദിവസങ്ങൾക്കുള്ളിൽ റഷ്യ യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ പുതിയ ഉപരോധങ്ങളും വ്യാപാര നിയന്ത്രണങ്ങളും നേരിടേണ്ടി വരും എന്നായിരുന്നു അത്. പതിവ് പോലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇതൊന്നും തന്നെ ബാധിക്കുന്നില്ല എന്ന് പറയാതെ പറയുന്നത് പോലെ മൗനത്തിലാണ്. പക്ഷേ മുൻ പ്രസിഡന്റ് പ്രതികരിച്ചിട്ടുണ്ട്. റഷ്യൻ സുരക്ഷാ കൗൺസിൽ ഡെപ്യൂട്ടി ചെയർമാൻ കൂടിയായ ദമിത്രി മെദ്വദേവാണ് ഇസ്രയേലിനോ ഇറാനോ അല്ല റഷ്യ എന്ന് തിരിച്ചടിച്ചത്. ഭീഷണി ഇങ്ങോട്ട് വേണ്ട, അതൊന്നും ഇവിടെ വിലപ്പോകില്ല എന്നാണ് ഇരൊറ്റ ലൂസിഫർ ടൈപ്പ് ഡയലോഗിലൂടെ അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളത്. ട്രംപിന്റെ വെല്ലുവിളികളും അന്ത്യശാസനങ്ങളും ചിലപ്പോൾ റഷ്യയും അമേരിക്കയും തമ്മിലുള്ള യുദ്ധമായി മാറിയേക്കാമെന്നും അദ്ദേഹം മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. കിട്ടിയതെല്ലാം കൈനീട്ടി വാങ്ങി ട്രംപ് ഒന്ന് വിശ്രമിക്കുമ്പോഴേക്കും അതാ വരുന്നു അടുത്തടി. യുക്രൈനുള്ള ധനസഹായം വെട്ടിക്കുറച്ചുകൊണ്ടുള്ള യൂറോപ്യൻ യൂണിയൻ ഉത്തരവ് പതിച്ച് കയ്യിൽ കിട്ടി. അഴിമതി വിരുദ്ധ പ്രവർത്തനങ്ങൾ യുക്രൈൻ പരാജയപ്പെട്ടു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ധനസഹായത്തിൽ 1.5 ബില്യൺ യൂറോ യൂറോപ്യൻ യൂണിയൻ വെട്ടിക്കുറച്ചിരിക്കുന്നത്. ഒരു കാലത്ത് പിന്തുണ നൽകി, എന്നാൽ ഇപ്പോഴത് മടുത്തപ്പോൾ അതിനെതിരെയുള്ള യൂറോപ്യൻ യൂണിയൻ പ്രതികരണമായിരിക്കും ഈ വെട്ടിക്കുറിക്കലിനെ കാണാൻ കഴിയുക. കാരണം യൂറോപ്യൻ യൂണിയൻ അടുത്ത പ്രതിസന്ധിയിലാണ്. യൂറോപ്പിലെ ജനങ്ങൾ വിലക്കയറ്റവും യുദ്ധഭീഷണിയും കൊണ്ട് പൊറുതിമുട്ടുകയാണ്. ഇതിനിടയിലും യുക്രൈനെ പിന്തുണയ്ക്കുന്നത് ശരിയാണോ എന്നുള്ള ചോദ്യങ്ങൾ വ്യാപകമായി ഉയരുന്ന സാഹചര്യമുണ്ട്. ധനസഹായം വെട്ടിക്കുറയ്ക്കലിന് പിന്നിൽ ഈ ഒരു കാരണം കൂടി ഉണ്ടായേക്കാം. എന്നാൽ യൂറോപ്യൻ സുരക്ഷാ നയത്തിൽ അമേരിക്കൻ സ്വാധീനം കുറയുന്നതും അമേരിക്കൻ നേതൃത്വത്തിലുള്ള വിശ്വാസം കുറയുന്നതുമാണ് യൂറോപ്പിന്റെ ജാഗ്രതാപരമായ അകലം പാലിക്കലിന് പിന്നാലെയാണ് രാഷ്ട്രീയ വിശകലന വിദഗ്ധർ സൂചിപ്പിക്കുന്നത്. എന്തായാലും നാറ്റോയെ അറിയിക്കാതെ കൂടിയാലോചിക്കാതെ ഓരോരോ തീരുമാനങ്ങൾ എടുക്കുന്നുവെന്ന് ട്രംപ് ഒരിക്കലും സ്വന്തം സഖ്യകക്ഷിയിൽ നിന്നും തന്നെ ഉത്തരമൊരു തിരിച്ചടി പ്രതീക്ഷിച്ചിരിക്കില്ല. കുറച്ചായി ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുന്ന ട്രംപിനെതിരെ സഖ്യകക്ഷികളിൽ നിന്നും തന്നെ മുറുമുറുപ്പ് ഉയരാൻ തുടങ്ങിയിട്ടുണ്ട്. യുദ്ധം, മറ്റു ഉപരോധങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ കൂടിയാലോചിക്കാനുള്ള മര്യാദ ട്രംപ് കാണിക്കുന്നില്ല എന്നാണ് പരാതി. സമാധാനത്തിലേക്കുള്ള കൗണ്ട് ഡൗൺ പരസ്യമായി പ്രഖ്യാപിക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം നാറ്റോയുമായോ യൂറോപ്യൻ യൂണിയനുമായോ ഏകോപിച്ചെടുത്തതായിരുന്നില്ല. ഏകപക്ഷീയമായി ഈ തീരുമാനം ആഗോള പ്രതിസന്ധിയെ ട്രംപ് തന്റെ വ്യക്തിപരമായ സമയപരിധിയാക്കി മാറ്റിയെന്നാണ് മറ്റുള്ളവർ വിലയിരുത്തുന്നത്. നാറ്റോയുടെ അംഗീകാരമോ യൂറോപ്യൻ യൂണിയൻ സഹകരണമോ ഇല്ലാത്ത ട്രംപിന്റെ ഒരു അന്ത്യശാസനം ഒരു നയതന്ത്ര തന്ത്രത്തെക്കാൾ ഒരു രാഷ്ട്രീയ സ്റ്റണ്ടിന് സമാനമാണ് എന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. എന്തൊക്കെയായിട്ടും ട്രംപിന്റെ അന്ത്യശാസനത്തിന് റഷ്യ വീണ്ടും ഒരു വിലയും കൊടുത്തിട്ടില്ല. ഭീഷണി തങ്ങളോട് വേണ്ട എന്ന ലൈൻ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. യുദ്ധം അവസാനിക്കാനല്ല, നിയന്ത്രണം കൈക്കലാക്കാനാണ് ട്രംപും പടിഞ്ഞാറൻ രാജ്യങ്ങളും ശ്രദ്ധ ചെലുത്തുന്നത് എന്നുള്ള റഷ്യൻ വാദം സത്യമാണെന്ന് തെളിയുന്ന കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത്. ട്രംപിന്റെ ഭീഷണികളും റഷ്യയുടെ കൂസലില്ലായ്മയും യൂറോപ്യൻ യൂണിയന്റെ പരോക്ഷമായ പിന്മാറലും ഒക്കെ കൂട്ടിവായിക്കുമ്പോൾ അമേരിക്കയുടെ നില കൂടുതൽ പരിങ്ങലിലേക്കാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പണ്ടത്തെ പോലെയല്ല, അമേരിക്കയുടെ ശൗര്യമൊന്നും അത്ര കണ്ട് ഫലവത്താകുന്നില്ല. ലോകരാജ്യങ്ങളുടെ നാഥൻ താനാണെന്നും രാജ്യങ്ങൾ അമേരിക്കയും അമേരിക്കൻ നയങ്ങളെയും പിന്തുടരും എന്ന മോഹവും ഒക്കെ വെറും വ്യാമോഹങ്ങളാകുന്ന കാഴ്ചകളാണ് ലോകം കാണുന്നത്. ഇങ്ങനെ പോയാൽ നാറ്റോയുടെ പോലും പിന്തുണയില്ലാതെ, യൂറോപ്യൻ യൂണിയൻ ബന്ധങ്ങളില്ലാതെ ലോകത്ത് അമേരിക്ക ഒറ്റപ്പെടുന്ന അവസ്ഥ അധികം വൈകാതെ സംജാതമാകും. ട്രംപിന്റെ ഭീഷണികളും നയങ്ങളും അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇതാണ് അദ്ദേഹം നൽകുന്ന മുന്നറിയിപ്പ്. സ്വന്തം അന്ത്യശാസ്ത്രങ്ങൾ ട്രംപിന് തന്നെ ഭീഷണി ആവാതിരിക്കാൻ ജാഗ്രതയോടെ മുന്നോട്ട് പോകുന്നതാകും അമേരിക്കയ്ക്ക് നല്ലത്. കാര്യങ്ങളുടെ പോക്ക് അതാണ് സൂചിപ്പിക്കുന്നത്.